ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 32 സൈസുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഓണം സ്പെഷ്യലി പ്രിൻസസ് കട്ട് ബ്ലൗസ് ക്രോപ്പ് ടോപ്പാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഫുള്ളായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ലൈനിങ് തുണിയിലാണ് അളവുകളൊക്കെ രേഖപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് തുണി ഇതുപോലെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. ഫോൾഡായുള്ള ഭാഗത്തു നിന്ന് വേണം നമ്മൾ അളവുകൾ എപ്പോഴും മാർക്ക് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മുടെ ലൈനിങ് തുണിയുടെ ഇറക്കമായിട്ട് ഞാനിപ്പോൾ ഇവിടെ 20.5 ഇഞ്ചാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വിഡ്ത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ നെക്ക് വിഡ്ത്തായിട്ട് 3.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതുപോലെ ഷോൾഡറായിട്ട് 5.25 ഇഞ്ചാണ് ഞാൻ ഷോൾഡറിന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. പിന്നെ ആം ഹോളായിട്ട് 6 ഇഞ്ചാണ് ഞാനിപ്പോൾ അടയാളം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആം ഹോള് 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് നീട്ടി വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്താൻ ഞാനിപ്പോൾ ഇവിടെ 8.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ പ്രിൻസസ് കട്ടാണ് തയ്ക്കുന്നത്. അത് കാരണം 8.5 ഒരു അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മളിതുപോലെ അവിടെ ഒരു 9.5 ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 9.5 കിട്ടുന്നിടത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാനിപ്പോൾ 8 ഇഞ്ചാണ് അടയാളം വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേസ്റ്റ് വിഡ്ത്തിൻ്റെ അവിടെയായിട്ട് ഞാനിപ്പോൾ ഇവിടെ 20 ഇഞ്ചിൻ്റെ അവിടെ വരെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 20 ഇഞ്ച് കിട്ടുന്നിടത്ത് ഞാൻ ഇതുപോലെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഇഞ്ച് ഞാൻ അതുപോലെ മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് വിഡ്ത്തിൻ്റെ അവിടെയായിട്ട് നമുക്ക് 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ള ഇതെല്ലാം ഞാൻ തയ്യൽ തുമ്പായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ 2.5 ഇഞ്ചെങ്കിലും കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ആം ഹോള് നമ്മൾ തയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിതുപോലെ 6ൻ്റെ പാതി കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ബാക്ക് ആം ഹോളും അതുപോലെ ഫ്രണ്ട് ആം ഹോളൊക്കെ ഇതുപോലെ വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട് ആം ഹോൾ എപ്പോഴും നമ്മൾ കുഴിച്ച് വരച്ചിട്ട് കൊടുക്കേണ്ടതാണ്. ഈ ടോപ്പിന് ഞാൻ വി നെക്കാണ് കൊടുക്കുന്നത്. അതാണ് 3.25 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് നമുക്ക് 5.5 ഇഞ്ച് വരെ കൊടുത്താൽ മതിയാകും. നെക്ക് വിഡ്ത്ത് എപ്പോഴും നമ്മൾ കുറച്ചധികം ഇത്തിരി എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ നെക്ക് വല്ലാണ്ട് കുടുങ്ങി പോവാതിരിക്കുക ഇതുപോലെ അര ഇഞ്ച് ഇതുപോലെ അപ്പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വി നെക്കായ കാരണം വല്ലാണ്ട് കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നെക്ക് വിഡ്ത്ത് എപ്പോഴും നമ്മൾ ഇത്തിരി എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 3.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് ലെങ്ത് ആയിട്ട് ഞാൻ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ റൗണ്ട് നെക്കായിട്ടാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത്. അത് കാരണം അവിടെ ഞാൻ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടയാളങ്ങൾ. അപ്പോൾ ഞാൻ പ്രിൻസസ് കട്ടായ കാരണം നമ്മൾ 2 ഇഞ്ചെങ്കിലും നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 11 ഇഞ്ച് വരെ ഞാൻ വിഡ്ത്തായിട്ട് ടോപ്പിൻ്റെ ലൈനിങ് വിഡ്ത്തായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ താഴ്ഭാഗത്തൊക്കെ ടക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി തയ്ക്കുന്നുണ്ട്. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ വെട്ടാതെ തന്നെയാണ് നമ്മൾ ടക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ കുഴിച്ചിട്ട് വെട്ടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിലത്തെ ആദ്യം വെട്ടിയിട്ട് മാറ്റിയെടുത്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ വെട്ടി വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതുപോലെ വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. നെക്കിൻ്റെ അകലങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കറക്റ്റ് വരച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. നെക്കിൻ്റെ ഭാഗം ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതേ അളവിൽ നമ്മൾ മെയിൻ ക്ലോത്തുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ മെയിൻ ക്ലോത്തായിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നല്ല ഭാഗത്തോട്ട് നമുക്ക് ലൈനിങ് തുണി വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ മുട്ടുസൂചികളൊക്കെ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. വി നെക്ക് ആ ഒരു കൈ പോയ ഭാഗത്തോടെ നമുക്കൊന്ന് 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിതുപോലെ 2 പ്രാവശ്യം തയ്ച്ചെടുത്തിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നതിന് ശേഷം അതുപോലെ എക്സ്ട്രാ ഉള്ള ആ ഒരു ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കുക. അതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ആ സ്റ്റിച്ചിന് തൊടാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറച്ചിട്ടിട്ടൊന്ന് തയ്ച്ചെടുത്ത് വരേണ്ടതുണ്ട്. അപ്പോൾ ആ മുട്ടുസൂചികളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാവുന്നതാണ്. നമ്മൾ മുട്ടുസൂചികളൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടൊന്ന് പതിച്ചൊന്ന് തയ്ച്ചെടുത്ത് വരേണ്ടതുണ്ട്. ആദ്യം തന്നെ ലൈനിങ് തുണി ഒന്ന് പുറകിലോട്ട് മറിച്ചിടുന്ന മുമ്പ് നമ്മളൊന്ന് തയ്ച്ചെടുക്കണം. അതിന് ശേഷം പുറകിലോട്ട് മറിച്ചിട്ടതിന് ശേഷം നമുക്കൊന്നുകൂടി അതിൻ്റെ മേലെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പതിച്ചൊന്ന് അടിച്ചിട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നല്ലൊരു ഫിനിഷിങ് തന്നെ കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് ആം ഹോൾ തയ്ച്ചെടുക്കാം. മെയിൻ ക്ലോത്ത് ആയിട്ട് ആം ഹോളും അതുപോലെ സൈഡ് ഭാഗങ്ങളൊക്കെ തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും തയ്ച്ചെടുത്ത് വരേണ്ടതാണ്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് നമുക്ക് ലൈനിങ് തുണി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നെക്കുകൾ തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. തയ്ച്ചെടുത്ത് വന്നതിന് ശേഷം ഇതുപോലെ മെയിൻ ക്ലോത്തും ലൈനിങ് തുണിയായിട്ട് ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് മെയിൻ ക്ലോത്തും ലൈനിങ് തുണിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നെക്കൊക്കെ നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 പാർട്ടും ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ മടക്കി വയ്ക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ അവിടെ പ്രിൻസസ് കട്ട് മോഡലിലാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിച്ചിട്ട് 10 ഇഞ്ച് എവിടെയാണ് കിട്ടണേ അവിടെ നമുക്ക് ഇതുപോലെ അടയാളങ്ങൾ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ടോപ്പിൻ്റെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തിൻ്റെ അവിടുന്ന്, ആ നെഞ്ചിൻ്റെ ഭാഗത്തിൻ്റെ അവിടുന്ന് ഇതുപോലെ 4 ഇഞ്ച് കിട്ടുന്നിടത്ത് ഇതുപോലെ അടയാളങ്ങൾ വെച്ച് കൊടുക്കാം. അത് ഇതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് ചെരിച്ചൊന്ന് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ താഴ്ഭാഗത്തും ഇതുപോലെ 4 ഇഞ്ച് കിട്ടുന്നിടത്ത് ഇങ്ങനെ ആ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തിൻ്റെ അവിടുന്ന് അടയാളപ്പെടുത്തുക. അതിൻ്റെ 2 ഭാഗത്തും 1/2 ഇഞ്ച് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ഭാഗത്തോട്ടും 1/2 ഇഞ്ച് ഇതുപോലെ അടയാളം വെച്ച് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് താഴോട്ട് ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് കിട്ടുന്നത് വരെ ഞാൻ ഇതുപോലെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിപ്പോൾ അവിടെ ആ സൈഡ് ഭാഗം ഒന്നുകൂടി ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡിലോട്ടും വരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് തട്ടി കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ചോക്കിൻ്റെ അടയാളങ്ങളൊക്കെ മറുഭാഗത്തോട്ടും ചെറുതായിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്നുകൂടി ഒന്ന് കടുപ്പത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ പിടിക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ച് അവിടെ ആ ഭാഗത്ത് കിട്ടുന്നില്ലേ നോക്കണം, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത്. ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ ആ മെയിൻ ആയിട്ടുള്ള സെൻറ്റർ വരയിലേക്ക് മേലെ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള വര. അത് ആദ്യം തന്നെ നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളിതുപോലെ ആ ടക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്ക് 2 തുണിയും ഒരുമിച്ച് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ആ ഒരു മെയിനായിട്ട് വരച്ചിട്ടുള്ള വരമ കൂടെ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ടക്കുകൾ വന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കണം. പതിച്ചൊന്ന് അടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ പതിച്ചൊന്ന് തയ്ച്ചെടുത്തും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടും മെയിൻ ക്ലോത്ത് ഫ്രണ്ട് പാർട്ടുമായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ഭാഗങ്ങളൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷം ഞാൻ മുകളിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പതിച്ചൊന്ന് അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി പാർട്ടുകൾ ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ നമുക്കിതുപോലെ ടക്കുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഇതുപോലെ നടു മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ടേപ്പ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ടിൽ 5 ഇഞ്ച് അല്ലെങ്കിൽ 4.5 ഇഞ്ച് വരെ നമുക്ക് ഹൈറ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ 4 ഇഞ്ച് കിട്ടുന്നിടത്ത് നമുക്കിതുപോലെ അടയാളം വെച്ച് കൊടുത്തതിന് ശേഷം 5 ഇഞ്ച് വരെ നമുക്ക് ഹൈറ്റ് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് വരച്ചിട്ട് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് ഇടത്തും വലത്തും നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ നമുക്ക് വരച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെയും ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്ക് പാർട്ടിൽ നമുക്ക് ടക്ക് ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ നമുക്ക് മടക്കിയിട്ടിട്ട് തട്ടി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ അടയാളങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെയും നമുക്ക് ടക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ സെൻറ്ററിലത്തെ വരെ നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ ടക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടക്കിങ്ങുകളൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടും കഴിഞ്ഞ് അതുപോലെ ബാക്ക് പാർട്ടും കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടോപ്പിനെ ബാക്ക് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നടു കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്, സെൻറ്റർ കറക്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട്. അത് ഇതുപോലെ നമുക്ക് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കറക്റ്റായിട്ട് വരച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ടോപ്പിനെ ഞാനിപ്പോൾ ഇവിടെ ബാക്ക് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതേ രണ്ടാക്കി വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഒന്ന്
നമുക്ക് തയ്ച്ചൊന്ന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഇനി ഞാൻ ഇതുപോലെ 2 ക്ലോത്തുകൾ എടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് 1.5 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്തും നീളം പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ നീളത്തിനേക്കാളും ഒരു എക്സ്ട്രാ നമ്മൾ കുറച്ചും കൂടി എടുക്കേണ്ടതാണ്. അത് ഇതുപോലെ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ലൈനിങ് തുണിയുടെ മുകളിലോട്ട് നല്ല ഭാഗം വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അത് ഇതുപോലെ 1/2 ഇഞ്ച് നമുക്ക് ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. 1/2 ഇഞ്ചോളം മതിയാകും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മറുഭാഗത്തോട്ട് മറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അത് ഫിനിഷിംഗ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലാണ് തയ്ച്ചെടുക്കേണ്ടത്. റൈറ്റ് സൈഡിൽ നമുക്ക് ലൈനിങ് തുണിയുടെ ഭാഗത്തോട്ട് വേണം നമ്മൾ ഇതുപോലെ ക്ലോത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. അത് ഇതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. അത് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കണം. ലൈനിങ് തുണിയുടെ മുകളിലോട്ട് നല്ല ഭാഗം വരുന്ന വിധത്തിലാണ് ഞാൻ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നമുക്ക് അരികു ഭാഗത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കൊടുക്കണം. അത് ഇതുപോലെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ പുറത്തോട്ട് നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മളത് തയ്ച്ചെടുത്ത് ഫിനിഷിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുക്കും അതുപോലെ അയ്യൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഭാഗമാണത്. അപ്പോൾ അതൊക്കെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആം ഹോള് ഇതുപോലെ നമുക്ക് നോക്കേണ്ടതാണ് എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ സ്ലീവ്സും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ സ്ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ ടോപ്പിൽ സെൻറ്റർ അറിയുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ അവിടെ നമ്മൾ ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചോക്ക് കൊണ്ട് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 തുണിയും ഇതുപോലെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു സ്ലീവിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വരച്ചതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഈ കൈ പോയ ഭാഗത്തോടൊക്കെ നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കയ്യിൽ ചെറിയൊരു ഡിസൈൻ വേണമെന്ന് മോള് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ മുട്ടുസൂചികളൊക്കെ അവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അതൊന്ന് ചെരിഞ്ഞ് തെന്നി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിന് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുട്ടുസൂചികളൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ തയ്ച്ച് വന്ന ഭാഗത്തോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ ഉൾഭാഗത്തെ തുണികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് തയ്ച്ച ഭാഗങ്ങളൊക്കെ ഇതുപോലെ സ്റ്റിച്ചുമ്മ കൊള്ളാതെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെയൊക്കെ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു ഹോളാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ ഇവിടെ ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് ഉള്ളിലോട്ട് മറച്ചിട്ട് കൊടുക്കേണ്ടതാണ്. ഇത് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഉള്ളിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം. കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് ഫ്രണ്ടിലോട്ട് കിട്ടുന്നതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കണ്ടില്ലേ, വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കറക്റ്റ് നമുക്ക് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് നമുക്ക് അയൺ ബോക്സ് കൊണ്ടൊന്ന് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ നമുക്ക് എല്ലാ ഭാഗവും ഇതുപോലെ ഉള്ളിലോട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റുന്നതായിരിക്കും. അവിടെ ഒരു ഹോളായിട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് അല്ലാതെ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. തേച്ചൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഇതുപോലെ ഡിസൈനായിട്ട് കിട്ടുക. അപ്പം ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആ ബാക്കി വരുന്ന തുണികളൊക്കെ നമ്മൾ തയ്ച്ച് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഹോളുകളൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സ്ലീവ്സ് തയ്ച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ മുട്ടുസൂചികൾ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾ സ്ലീവ്സ് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മുട്ടുസൂചികളൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ സ്ലീവ്സ് തയ്ച്ച് പിടിപ്പിക്കാവുന്നതാണ്. നല്ല ഭാഗത്താണ് അതുപോലെ നമുക്ക് നല്ല ഭാഗങ്ങളും ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്റർ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എക്സ്ട്രാ ഞാൻ വീതിയിൽ കുറച്ച് തുണി എക്സ്ട്രാ ഉള്ള കാരണം കൊണ്ട് ചെറുതായിട്ട് ചുരുക്ക് സെൻറ്ററിൻ്റെ അവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പഫ് വരുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ സ്ലീവ്സ് തയ്ച്ചെടുത്ത് വന്നിട്ടുള്ളത്. അതുപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ 2ആക്കി മടക്കി തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സ്ലീവ്സും തയ്ച്ചെടുത്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴ്ഭാഗമാണ് തയ്ച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടോപ്പ് ലെവലാക്കി ഒന്ന് വെട്ടിയെടുക്കണം. അതിന് ശേഷം നമുക്കിതുപോലെ ക്രോസ് പീസുകൾ ഇതുപോലെ എക്സ്ട്രാ തുണികൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് മതിയാകും, 2 ഇഞ്ചോളം മതിയാകും വീതിയിൽ. നമുക്കിതുപോലെ 2 ക്ലോത്തുകൾ എടുത്ത് വെക്കാവുന്നതാണ്. താഴ്ഭാഗത്ത് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ നല്ല ഭാഗത്താണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ടോപ്പിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ നമുക്കൊരു 2 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നീളത്തിലൊന്ന് അരികു ഭാഗത്തോടൊന്ന് തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് മറച്ചിട്ടിട്ട് അതൊന്ന് മടക്കി അടിച്ചൊന്ന് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാരി ബ്ലൗസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ തയ്ക്കുമ്പോൾ 1 ഇഞ്ച് നമ്മൾ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്തൊന്ന് മടക്കി കൊടുത്ത് തയ്ച്ചെടുക്കേണ്ടതാണ്. അവിടെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ തയ്ച്ചെടുത്ത് കൊടുക്കാൻ. അങ്ങനെ ഞാനിവിടെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും അതുപോലെ ബാക്ക് പാർട്ടും ഒക്കെ ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ചെസ്റ്റിൻ്റെ അളവും അതുപോലെ ഷേപ്പ് വിടുത്തും വേസ്റ്റ് വിടുത്തും ഒക്കെ അടയാളങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. പ്രിൻസസ് കട്ട് മോഡലിലാണ്. വളരെ ഈസിയാണ്, നല്ല സിമ്പിളാണ്. അതുപോലെ ഇപ്പോഴത്തെ വീനെക്ക് മോഡലിലാണ് ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ സ്ലീവിന് ചെറിയ ചുരുക്കുകളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ഒക്കെ നമ്മളെപ്പോഴും സിമ്പിളായിട്ടാണല്ലോ നമ്മളിപ്പോൾ എപ്പോഴും തയ്ച്ച് കൊടുക്കൽ. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ഇതുപോലെ ഒരു മോഡലിലൊക്കെ നമുക്ക് തയ്ച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ തയ്ച്ച് കൊടുക്കുകയും ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യാം. ഇതുപോലത്തെ ഒരു ഡിസൈൻ ഞാൻ ഇവിടെ ചെസ്റ്റ് ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലേസൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടയിലൊക്കെ കിട്ടുന്നതാണ്. റെഡിമെയ്ഡ് ആയിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. അപ്പോൾ വളരെ ചെറിയ വില തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പട്ടുപാവാടയ്ക്ക് ആയ കാരണം കൊണ്ട് ഇത് ആ ടോപ്പിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനത് അവിടെ ഒന്ന് തുന്നി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.